ഓണാശംസകൾ. തിരുവോണനാളിൽ ഗുരുവായൂരിലും വലിയ ഭക്തജന തിരക്കായിരുന്നു. പുലർച്ചെ മുതൽ തന്നെ ദർശനത്തിനായി ക്ഷേത്രത്തിൽ ഭക്തരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ചശീവേലിയും മേളവും ഗുരുവായൂരിൽ നടന്നു. തിരുവോണനാളിൽ ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമെത്തിയ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. പുലർച്ചെ 4:30 ഗുരുവായൂരപ്പനെ ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഓണപ്പുടവ സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഭക്തരും ഓണപ്പുടവ സമർപ്പണം നടത്തി. ഉഷപൂജ വരെ ഭഗവാന് ഓണപ്പുടവ സമർപ്പിക്കാൻ സൗകര്യമൊരുക്കിയിരുന്നു. തിരുവോണത്തിന് 10,000 പേർക്കുള്ള വിശേഷാൽ പ്രസാദഊട്ട് രാവിലെ 9-ന് തുടങ്ങി. കാളൻ, ഓലൻ, എരിശ്ശേരി, അവിയൽ, പഴം, പ്രഥമൻ ഉൾപ്പെടെയുള്ള വിഭവങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അന്നലക്ഷ്മി ഹാളിലും അതിനോട് ചേർന്ന പന്തലിലുമാണ് പ്രസാദയൂട്ട്. രാവിലെ കാഴ്ചശീവേലിക്ക് ഗജവീരന്മാരായ ബൽറാം, ബാലകൃഷ്ണൻ, ജൂനിയർ വിഷ്ണു എന്നിവർ കോലമേറ്റി. ഓണനാളുകളിൽ ഗുരുവായൂരപ്പ ദർശനത്തിനെത്തുന്ന ഭക്തർക്കെല്ലാം ദർശനമൊരുക്കും. പൊതുവരി നിൽക്കുന്ന ഭക്തർക്കാണ് ദർശനത്തിന് മുൻഗണന. ഭക്തരുടെ സൗകര്യാർത്ഥം പൊതു അവധി ദിനങ്ങളായ ചതയം ദിനം വരെ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ സ്പെഷ്യൽ VIP ദർശന നിയന്ത്രണമുണ്ടാകും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. ഓണാശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സന്തോഷത്തിന്റെയും ഒത്തൊരുമയുടെയും സമൃദ്ധിയുടെയും മനോഭാവത്തിന് ഓണം കൂടുതൽ കരുത്തു പകരട്ടെ എന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. മലയാളത്തിലും ഇംഗ്ലീഷിലുമായാണ് പ്രധാനമന്ത്രി